ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചില്ലി ചിക്കനാണ്. അപ്പോൾ നമുക്ക് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറിനേറ്റ് ചെയ്യണം. അപ്പോൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു സ്പൂണോളൊക്കെ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സ് ഞാൻ ഒരു ഹാഫ് സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് നമുക്കിത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാറിനേഷൻ. നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും ക്യൂബ്സായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് ഞാനിങ്ങനെ കുറുകെ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നടുവിനെയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാപ്സിക്കം, 2 പച്ചമുളകും, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഇത്ര തന്നെ എണ്ണ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ഒരു ഫ്രൈക്കും അതുപോലെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യുന്നും വേണ്ട. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കി എടുക്കരുത്. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മൾ അടുത്തതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത എണ്ണ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ. സാധാരണ ചില്ലി ചിക്കനൊന്നും അധികം വേവിക്കത്തില്ല. സവോള ആയാലും ക്യാപ്സിക്കോ ആയാലും എനിക്ക് കുറച്ച് വേവണം കേട്ടോ. ഞാൻ ക്യാപ്സിക്കോ ആയാലും കഴിക്കും. അപ്പോൾ കുറച്ച് എനിക്ക് വെന്തിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം വേവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിതുപോലെ വെന്തിരിക്കണം. അപ്പം എനിക്കിതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. മറ്റേത് കുറച്ചും കൂടി പച്ചയിരിക്കുമ്പം കഴിക്കാനായിട്ട് എനിക്കിഷ്ടമില്ല. അപ്പോൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സീസണിങ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാനിതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ലാസ്റ്റ് നമുക്ക് ഉപ്പിടാം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി കുറച്ച് ഒരു 1/4 സ്പൂണൊക്കെ മതിയാകും. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. മാഗി ക്യൂബൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് ഉപ്പ് കൂടി പോയെങ്കിൽ. അപ്പോൾ ചിക്കൻ സ്റ്റോക്കോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തതെന്നും പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതേ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ഇതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സീസണിങ്സ് ഉണ്ടെങ്കിൽ, ചിക്കൻ സീസണിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒറിഗാനോ ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ നോക്കൂ. 320 കലോറി മാത്രമേ ഉള്ളൂ. 30 ഗ്രാം പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.